പിന്നീട് കുറച്ചു ദിവസം കാശിയും കൂട്ടരും പാറുവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അത് ദേവിക്കും ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെയിരിക്കെ ദേവി അവധിയെടുത്ത ഒരു ദിവസം പാർവതി വൈകുന്നേരം ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്ന് അവളുടെ അടുത്ത് വന്നു. അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവൻ്റെ കുസൃതി നിറഞ്ഞ ചിരി കണ്ടു പാർവതി അവൻ്റെ അടുത്ത് ചെന്നു. മോൻ്റെ പേരെന്താ? കണ്ണൻ. എത്രാം ക്ലാസ്സിലാണ്? LKG-യിലാണ്. മോനെ കൊണ്ടുപോകാൻ ആരും വന്നില്ലേ? ഇല്ല, വരേണ്ട സമയം കഴിഞ്ഞു. ആൻറ്റി എന്നെ വീട്ടിലാക്കി തരുമോ? അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ പാർവതിക്ക് സങ്കടം തോന്നി. അവൾ ബസ് കാത്തു നിൽക്കാതെ ഒരു ഓട്ടോ പിടിച്ച് അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവൻ പറയുന്നതനുസരിച്ച് അവർ പോയി. അവസാനം കാട് പിടിച്ച് കിടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. പാർവതി ചുറ്റും നോക്കി. അവിടെ അടുത്തൊന്നും ഒരൊറ്റ വീട് പോലും ഇല്ലായിരുന്നു. ഇവിടെയാണ് മോൻ്റെ വീട്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അവിടേക്ക് വണ്ടി പോകില്ല. അവൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവൻ ഒറ്റയ്ക്ക് വിടേണ്ട കരുതി അവളും അവൻ്റെ കൂടെ ഇറങ്ങി. ഓട്ടോ വെയിറ്റ് ചെയ്യില്ല പറഞ്ഞപ്പോൾ വണ്ടി പറഞ്ഞു വിട്ടു. അവൻ്റെ കൂടെ നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞ് ഒഴിഞ്ഞ പ്രദേശമല്ലാതെ ഒന്നും കാണാത്തത് കൊണ്ട് അവൾ അവനോട് ചോദിക്കാൻ വേണ്ടി നോക്കിയതും അവനെ എവിടെയും കണ്ടില്ല. അവൾ ചുറ്റും ഓടി നടന്ന് വിളിച്ചു. പക്ഷെ അടുത്തൊന്നും ആരും ഉള്ളതായി അവൾക്ക് തോന്നിയില്ല. എന്തോ പന്തികേട് മനസ്സിലായി. അവൾ വേഗം തന്നെ തിരിച്ചു പോകാൻ നടന്നു. പെട്ടെന്ന് അവൾക്ക് മുന്നിൽ ചെകുത്താൻ എന്ന വണ്ടി വന്നു നിന്നു. അതിലിരിക്കുന്ന ആളെ കണ്ടവൾ ഞെട്ടി. താൻ അന്ന് കണ്ട അതേ ആൾ. അവളുടെ ഉള്ളിലൂടെ പല ചോദ്യങ്ങളും കടന്നുപോയി. കാശി വണ്ടിയിൽ നിന്നും ഇറങ്ങി അതിൽ ചാരി നിന്നു. പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് മുണ്ടു മടക്കി കുത്തി. പാർവതി ഭയന്നുകൊണ്ട് ചുറ്റും നോക്കി. അവളുടെ കണ്ണിലെ ഭയം അവനിൽ ആവേശം നിറച്ചു. വഴിയിൽ നിന്ന് മാറും, പാർവതി സ്വയം ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ കാശി അതേ നിൽപ്പ് തുടർന്നു. അവളുടെ അടുത്തേക്ക് ഓരോ ചൂടുകൾ വെച്ചു. ഒപ്പം അവൾ പുറകിലേക്കും. ഏകദേശം അടുത്തെത്തിയതും സിഗരറ്റിന്റെ പുക അവളുടെ മുഖത്തേക്ക് ഊതിവിട്ടു. ആ പ്രവൃത്തി അവളിൽ ദേഷ്യമുണ്ടാക്കി. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പാർവതി അവനെ മറികടക്കാൻ ശ്രമിച്ചതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കൈയെടുക്ക്, പാർവതി ദേഷ്യത്തിൽ പറഞ്ഞു. കാശി അത് കേൾക്കാത്തതുപോലെ നിന്ന് സിഗരറ്റ് വലിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ കൈ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി. അവസാന ശ്രമം എന്നോണം അവൻ്റെ കയ്യിൽ നഖം കൊണ്ട് മുറിവേൽപ്പിച്ചു. വേദന വന്നപ്പോൾ കാശി പെട്ടെന്ന് പിടിവിട്ടു. ഈ സമയം ഓടാൻ നിന്ന പാർവതി അവൻ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ പേടിച്ചു പോയി. അവൻ അവളെ തന്നോട് കൂടുതൽ അടുപ്പിച്ചു. നിന്നെ തൊട്ടാൽ നീ തല്ലും എന്ന് കേട്ടു. എന്നെ തല്ലടി. അവളുടെ കാതോരം വന്നു അവൻ മൊഴിയുമ്പോൾ അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടി. ഒരു നിമിഷം അവളുടെ ഉള്ളിലൂടെ മിന്നൽ പാഞ്ഞുപോയി. അടങ്ങി നിൽക്കടി, നീ ആണുങ്ങളെ ശരിക്കും കണ്ടിട്ടില്ല. നിനക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ. പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത നിമിഷം തനിക്ക് എന്ത് സംഭവിക്കും എന്ന് അവൾക്ക് മനസ്സിലായി. ഒരു രക്ഷ എന്നോണം ചുറ്റും നോക്കി. എങ്കിലും അവിടെ ഒന്നും ആരുമില്ല. സമയം ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൾക്ക്. കാശി അവളുടെ അടുത്ത് തോളിലിട്ടു. അവൾ അവളാൽ ആവും വിധം അവനെ ഉപദ്രവിച്ചു. അവൻ്റെ തോളിൽ തല്ലി നോക്കി. പക്ഷെ അവൻ പിടിവിട്ടില്ല. കാശി തന്നെ കൊണ്ടുപോകുന്ന കെട്ടിടത്തിലേക്കാണെന്ന് മനസ്സിലായി അവൾക്ക് പേടി തോന്നി. തൻ്റെ മാനം നഷ്ടപ്പെടും മുന്നേ രക്ഷപ്പെടണം എന്ന ചിന്തയിൽ അവൾ അവൻ്റെ തോളിൽ കടിച്ചു. ആ നിമിഷം അവളെ താഴെ ഇറക്കിയതും അവൾ ഓടി. എങ്ങോട്ടെന്നില്ലാതെ അവൾ ഓടിക്കൊണ്ടേയിരുന്നു. ഇരുട്ട് നന്നായി വ്യാപിച്ചിരുന്നു. ലക്ഷ്യം ഇല്ലാതെ അവൾ ഓടി. ക്ഷീണം തോന്നി അവൾ ഒരു മരച്ചോട്ടിൽ ഇരുന്നു. കിതപ്പ് സഹിക്കാൻ കഴിയാതെ അവൾ ബുദ്ധിമുട്ടി. വീട്ടിൽ വിളിക്കാൻ വേണ്ടി ബാഗ് നോക്കുമ്പോഴാണ് അത് നഷ്ടപ്പെട്ടത് അവൾ അറിഞ്ഞത്. ചുറ്റും നോക്കിയെങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലായിരുന്നു. എങ്കിലും അവൾ ലക്ഷ്യം ഇല്ലാതെ നടന്നു. വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നത് കേട്ട് അവൾ അങ്ങോട്ട് നടന്നു. അങ്ങനെ റോഡിൽ എത്തി. അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് അവൾ വീട്ടിലേക്ക് പോയി. കാശി അപ്പോഴും അവളുടെ പല്ലുകൾ പതിഞ്ഞ തോളിൽ കൈവച്ച് നിൽക്കുകയായിരുന്നു. കണ്ണിലെ രോഷം എങ്ങോ പോയി. പകരം പ്രണയം വന്ന് നിറയുന്നു. വർഷങ്ങൾക്കിപ്പുറം അവളെ അടുത്തു കണ്ട സന്തോഷവും എല്ലാം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. എന്നാൽ അതിന് ആയുസ് കുറവായിരുന്നു. ആ മനുഷ്യൻ തന്നെ അവൻ ബൈക്കെടുത്തു അവളെ തിരഞ്ഞു പാഞ്ഞു. വീട്ടിലെത്തി പാർവതി സംഭവിച്ചതെല്ലാം അച്ഛനോട് പറഞ്ഞു. കണ്ടോ, ആളുകളെ തല്ലിയാൽ അവൾ വെറുതെ ഇരിക്കില്ല. സുമിത്ര കരഞ്ഞുകൊണ്ട് അവളെ ശാസിച്ചു. പാർവതി തളർന്നു പോയിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. മാധവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം വന്ന് നിറഞ്ഞു. പാർവതിയുടെ ഉള്ളിലും നടന്നിൻ്റെ നടക്കം വിട്ടു പോയിരുന്നില്ല. അവളുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും വന്നു. അയാൾ ആരാണ്? അത് ആ കണ്ണുകളിൽ തന്നോട് എന്തിനാ ഇത്രയും ദേഷ്യം? പക്ഷെ ആ കണ്ണുകൾ താൻ മുമ്പ് എവിടെയോ കണ്ടു മറന്നതാണ്. പക്ഷെ എവിടെ? അങ്ങനെ 100,000 ചോദ്യങ്ങൾ. ഒന്നിനും ഉത്തരമില്ലായിരുന്നു. രാത്രി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കാശാവ് കൈകളിൽ പറ്റിയ നഖത്തിൻ്റെ പാടുകൾ വിരൽ ഓടിച്ചു. ഒപ്പം ചുണ്ടിൽ ഒരു ചെറുമന്ദഹാസവും. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് കാശി തിരിഞ്ഞു. അത് പാർവതിയുടെ ഫോണായിരുന്നു. ദേവിയായിരുന്നു വിളിച്ചത്. അവനത് കട്ട് ചെയ്ത് ഓഫാക്കി വെച്ചു. പിന്നെ 2 ദിവസം പാർവതി സ്കൂളിൽ പോയില്ല. ശരീരമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ആ സംഭവം അവളിലും ഒരു ഭയമുണ്ടാക്കി. മാധവനും അവളെ പുറത്തുവിടാൻ ഒരു പേടി തോന്നി. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ കടന്നുപോയി. അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ റെഡിയാവുന്ന പാർവതിയെ കണ്ട് സുമിത്ര തടഞ്ഞെങ്കിലും അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു. യാത്ര പറഞ്ഞിറങ്ങി അവൾ നടന്നു. പെട്ടെന്ന് തന്നെ ദേവിയെ കണ്ട് നടന്നതൊക്കെ പറയാൻ തോന്നി. വഴിയിൽ തന്നെ കാത്തു നിന്ന ദേവിയോട് അവൾ എല്ലാ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എടി, ഞാൻ പറഞ്ഞില്ലേ അവൻ വെറുതെ ഇരിക്കില്ല. നീ എന്തിനാ വെറുതെ? പക്ഷെ ഇതയാൾ അല്ലടി, വേറെ ആരോ.
ചിലപ്പോൾ അവർ പറഞ്ഞു വിട്ടവരെ തന്നെയാണെങ്കിലോ നീ എല്ലാത്തിനും ചെന്ന് തല വെച്ചു കൊടുക്കും. ദേവിക്ക് നല്ല ഭയം തോന്നി. പക്ഷെ പാർവതി അയാളെ തന്നെ തിരയുകയായിരുന്നു. കവലയിൽ നിൽക്കുമ്പോൾ അവർ ചുറ്റും നോക്കി. പക്ഷെ ആരുമില്ലായിരുന്നു. പാർവതി ചുറ്റും നോക്കി തന്നെ സ്കൂളിലേക്ക് നടന്നു. ഏതെങ്കിലും ബൈക്ക് പാഞ്ഞു പോയാൽ പോലും അവളുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. അന്ന് അവൾക്ക് ശരിക്കും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം വരെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. വൈകിട്ട് ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ദേവിയുടെ ഫോൺ അടിച്ചത്. അതിലെ നമ്പർ കണ്ടവർ രണ്ടുപേരും ഒന്ന് ഭയന്നു. അത് പാർവതിയുടെ ഫോണിൽ നിന്നായിരുന്നു. ഫോൺ എടുക്കാനായി നിന്ന പാർവതിയെ ദേവി തടഞ്ഞു. ഫോൺ കട്ടായി. വീണ്ടും ബെല്ലടിച്ചതും പാർവതി ദേവിയിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു കാതോരം വെച്ചു. അവളുടെ ശ്വാസം അതിലൂടെ ഒഴുകിയെത്തി. കാശിനാഥൻ, നിന്റെ ആ പഴയ ശത്രു. കേട്ടത് വിശ്വാസമല്ലാതെ അവൾ തളർന്നു. അപ്പോഴാണ് അവളുടെ കണ്ണിൽ ആ കാഴ്ച കണ്ടത്. റോഡിന്റെ മറു സൈഡിൽ നിന്ന് തന്നെ നോക്കി ഫോണിലേക്ക് സംസാരിക്കുന്ന കാശിയെ. പാർവതിക്ക് കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. ഒപ്പം ഹൃദയമിടിപ്പ് കൊടുന്തായും. അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന കാശിയെ കണ്ടു ദേവി പാർവതിയെ നോക്കി. അവരുടെ നോട്ടത്തിൽ നിന്ന് തന്നെ വിളിച്ചത് അവൾ ആണെന്ന് ദേവിക്ക് മനസ്സിലായി. നീ എന്നെ മറന്നു കാണില്ല. നിന്റെ കാശിനാഥൻ അല്ലേ ഞാൻ? പരിഹാസം കലർന്ന ചിരിയോട് അവൻ പറയുമ്പോഴും അവൾക്കൊന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. 1000 വാക്കുകൾ വന്ന് നിറയുമ്പോഴും ഒരക്ഷരം അവളുടെ വായിൽ വന്നില്ല. നീ വരൂ, ഞാൻ പറയുന്ന സ്ഥലത്ത്, പറയുന്ന സമയത്ത്, ഭീഷണി കലർന്ന സ്വരത്തിൽ പറഞ്ഞു. കാശി ഫോൺ കട്ടാക്കി. ഫോൺ പോക്കറ്റിൽ ഇട്ട് ബൈക്കിൽ കയറി. ബൈക്ക് തിരിച്ച് അവളുടെ അടുത്ത് വന്ന് അവളുടെ നോക്കി കണ്ണുകൾ അടിച്ച് മീശ പിരിച്ചുകൊണ്ട് അവൻ പോയി. പാർവതിക്ക് അപ്പോൾ ഞെട്ടൽ മാറിയിട്ടില്ലായിരുന്നു. അവൾ അതേ നിൽപ്പ് തുടർന്നു. ദേവി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ കാതുകളിൽ കാശിയുടെ സ്വരം മാത്രമായിരുന്നു. ഡി, അയാളാണോ വിളിച്ചത്? ആരാണ്? നിന്നെ ഉപദ്രവിച്ചത് ഇയാൾ തന്നെയാണോ? ദേവി ഒരുപാട് ചോദ്യങ്ങൾ അവളോട് ചോദിച്ചു. എങ്കിലും മൗനമായിരുന്നു മറുപടി. യാത്രയിൽ ഉടനീളം അവളുടെ മനസ്സിൽ ആ മഴക്കാലം മാത്രമായിരുന്നു. അവസാനമായി ആ സ്വരം കേട്ടതും അന്നായിരുന്നു. ബസ് ഇറങ്ങി നടക്കുമ്പോൾ പാർവതിയെ പിടിച്ചു നിർത്തി ദേവി. അവൾക്ക് ക്ഷമയില്ലായിരുന്നു. പാറു, ആരാടി അത്? അത് കാശിയേട്ടനാണ്. ആ പേര് കേട്ടതും ദേവിയിലും ഒരു ഞെട്ടലുണ്ടായി. അപ്പോൾ നിന്നെ ഉപദ്രവിച്ചത് കാശിയേട്ടനാണോ? പാർവതി അതേ അന്നത്തെ തലാട്ടി. അതുകൂടെ കേട്ടതോടെ ദേവിക്കും ഒരു പേടി തോന്നി. പാറുവിന്റെ അവസ്ഥ ദേവിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. ഡി, ഏട്ടൻ വന്നത് പഴയത് മനസ്സിൽ വെച്ചുവാണെങ്കിൽ. ദേവി ഒന്ന് നിർത്തി. പാർവതിയിലും അതേ ചോദ്യം തന്നെയായിരുന്നു. എന്താണെങ്കിലും നേരിടുക തന്നെ. പിന്നെ ദേവി അവളോടൊന്നും ചോദിച്ചില്ല. വീട്ടിലെത്തി തലവേദന എന്ന് പറഞ്ഞത് പാർവതി നേരത്തെ കിടന്നു. ജനൽപ്പാട് തുറന്ന് അവൾ പുറത്തേക്ക് നോക്കി നിന്നു. പക്ഷേ മനസ്സിലൊരു കൊടുമീശക്കാരനായിരുന്നു. എപ്പോഴോ മനസ്സിൽ മുട്ടിട്ട് പോയ പ്രണയം എന്നെത്തി നിൽക്കുന്ന അവസ്ഥയും എല്ലാം അവൾ ഓർത്തു. അലമാര തുറന്ന പഴയ പെട്ടി തുറന്നപ്പോൾ തന്നെ കാശിയുടെ മണം ആണെന്ന് തോന്നി അവൾക്ക്. ആ എഴുത്തുകളിലൂടെ അവൾ വിരലോടിച്ചു. അതിൽ നിന്നും ഒന്നെടുത്ത് വായിച്ചു. മരണം കൊണ്ടല്ലാതെ പെണ്ണെ, നിന്നെ എന്നിൽ നിന്നും പിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് വേർപാട് നമുക്ക് വന്നാൽ അത് നിന്റെ നാദിന്റെ മരണമായിരിക്കും. അതെ, എൻ്റെ നാദ് മരിച്ചു. ഇപ്പോൾ കാശിയാണ്. ഇയാൾക്ക് എന്നോട് പ്രണയമല്ല, പക ആണ്. ആ മനസ്സിൽ പാറു ഇല്ല, പാർവതിയാണ്. അവൾ അവൻ്റെ ഓർമ്മകളിൽ നിന്നും ചുഴറ്റി. ആ എഴുത്തുകളെ തൻ്റെ മാറോട് ചേർത്ത് മുറുകെ പിടിച്ചു. കാശി മദ്യം ഒഴിച്ചു കുടിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ പ്രവൃത്തി കണ്ടു സഞ്ജയ് നിവേദം പരസ്പരം നോക്കി. ഡാ മതി, നിനക്കിന്ന് എന്തു പറ്റി? സഞ്ജയ് മദ്യക്കുപ്പി എടുത്തു മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ രൂക്ഷമായി ഒന്ന് നോക്കി കാശി അത് പിടിച്ചു വാങ്ങി വീണ്ടും കുടിച്ചു. പിന്നെ എഴുന്നേറ്റുകൊണ്ടൊരു സിഗരറ്റ് എടുത്ത് വലിച്ചു പുക ഊതിവിട്ടു. നിങ്ങൾക്കറിയോ അവൾ ആരാണെന്നും? അവൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ മനസ്സിൽ കൊണ്ടിരുന്ന എൻ്റെ പെണ്ണായിരുന്നു. ആരെയാണെന്ന് മനസ്സിലാവാതെ അവർ രണ്ടുപേരും ഇരുന്നു. കയ്യിലെ സിഗരറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ വീണ്ടും മദ്യം എടുത്തു കുടിച്ചു. നീ പാർവതി ആരെക്കുറിച്ചാണ് പറയുന്നത്? അവൾ പാർവതി. കേട്ടത് വിശ്വാസം വരാതെ അവർ ഇരുന്നു. കാശി എപ്പോഴും ചുണ്ടിൽ ഒരു ചിരിയോടെ കസാരയിൽ ചാരിയിരുന്നു. പെണ്ണല്ലേ വർഗം, അതിൻ്റെ ഗുണം കാണിച്ചു അവളും പോയി. അവിടെയും ഈ കാശി തോറ്റു. ആദ്യം പെറ്റതല്ല, പിന്നെ സ്നേഹിച്ച പെണ്ണ്. പക്ഷേ അവൻ ഒന്ന് നിർത്തി. മുഷ്ടി ചുറ്റി മേശയിലിടിച്ചു. കണ്ണുകൾ ചുവന്നു വന്നു. ഇനി തോൽക്കില്ല ഒരുത്തിയുടെ മുന്നിലും. കാശി ആരാണെന്നോ അവളെ ഞാൻ കാണിക്കുന്നുണ്ട്. കാശി എഴുന്നേറ്റ് പോയി. ബേക്കിൽ അവൻ പോകുമ്പോഴും അവൻ്റെ വാക്കുകളിലെ പൊരുളും ഞെട്ടലും അവരുടെ മുഖത്ത് തെളിഞ്ഞു വന്നു. വീട്ടിലെത്തുമ്പോൾ അവനെ കാത്തു പതിവ് മിഴികൾ ഉണ്ടായിരുന്നു. അതേപോലെ അവയെ അവഗണിച്ചവൻ പോയി. വിളമ്പി വെച്ച ചോറിൽ വെള്ളം ഒഴിച്ച് അവർ മുറിയിൽ പോയി കിടന്നു. കണ്ണുകളിലെ നായനൊപ്പം മനസ്സിൽ ഒരമ്മ മനത്തിൻ്റെ തേങ്ങലും. കട്ടിൽ ചാരി നിലത്തിരിക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്ന ശബ്ദം കാശി കേട്ടത്. മേശയുടെ മുകളിൽ നിന്നും കയ്യെത്തി പിടിച്ച് ഫോൺ എടുത്തു. പാർവതിയുടെ ഫോണായിരുന്നു. അതിലെ സ്ക്രീൻ തെളിഞ്ഞു വന്ന പേര് കണ്ടതും അവൻ്റെ രക്തം ചൂടുപിടിച്ചു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഫോൺ ഭിത്തിയിൽ ഇടിച്ചു തെറിച്ചു വീണു. അത് പല കഷ്ണങ്ങളായി ചിതറുമ്പോഴും അവൻ്റെ കണ്ണിലെ ദേഷ്യം കൂടി വന്നു. പാർവതി പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇതേ സമയം തന്നിൽ നിന്നും അകന്നുപോയ പ്രണയത്തെ തറിച്ചു കിടക്കുകയായിരുന്നു പാർവതി. ആ മനസ്സിൽ ഒരു തരി പോലും സ്നേഹം അവശേഷിക്കുന്നില്ല എന്ന് തിരിച്ചറിയാതെ. രാവിലെ സ്കൂളിൽ പോകാൻ അവർക്ക് പേടി തോന്നി. എത്ര നാൾ എന്ന തിരിച്ചറിവിൽ അവൾ പോകാൻ തീരുമാനിച്ചു. യാത്രയിൽ ഒന്നും തന്നെ ദേവിയും അവളും മിണ്ടിയില്ല. രണ്ടുപേരുടെ കണ്ണുകളും എങ്ങോട്ടൊന്നില്ലാതെ പാഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടതും പാർവതി വീഴാനായി മുന്നോട്ട് പോയി. അപ്പോഴേക്കും ഒരു കൈ വന്ന് അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു.
പേടിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയതും കാശിയെ കണ്ടവൾ ഞെട്ടി. വേഗം തന്നെ അവൾ തിരിഞ്ഞു നിന്നു. അവളുടെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. അവൻ അവളോട് കൂടുതൽ ചേർന്ന് നിന്നു. അടുത്ത സ്റ്റോപ്പിൽ എൻ്റെ കൂടെ ഇറങ്ങണം. അവളുടെ കാതുകളിൽ മൊഴിയുമ്പോൾ അവളുടെ മുടിയിലെ എണ്ണയുടെ മണം അവൻ്റെ സിരകളിൽ മത്തി പിടിപ്പിച്ചു. അവൾക്കും ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. അവൾ ഇല്ല എന്ന് തലയാട്ടി. അതുകൊണ്ട് കാശി അവളുടെ സാരിക്കിടയിലൂടെ അവളുടെ വരൽ പിടിച്ചു വീണ്ടും അടുപ്പിച്ചു. ആ സമയം അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. വന്നില്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്തു കൊണ്ടുപോകും. മര്യാദക്കെങ്കിൽ അങ്ങനെ. എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ കുഴഞ്ഞു. ദേവി കുറച്ച് ദൂരെ ആയതുകൊണ്ട് അവളോട് പറയാനും വഴിയില്ല. സ്റ്റോപ്പിൽ ബസ് നിർത്തിയതും കാശി വാതിൽ കയ്യിൽ പിടിച്ചിറങ്ങി. പാർവതി ദേവിയൊന്ന് തിരിഞ്ഞു നോക്കി. ദേവി അവളെ ദയനീയമായി നോക്കി. അവൾക്കതിന് കഴിയും. ബസ് പോയതും ഒരു ജീപ്പ് വന്നു നിന്നു. പാർവതി പോകുമ്പോൾ അതിൽ അവൾ തല്ലിയ ആളുമുണ്ടായിരുന്നു. അവൾ കാശിയെ നോക്കി. അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓടിപ്പോയാൽ എന്നിവരെ അവൾ ഓർത്തു. പക്ഷേ കാശി പിടിക്കും എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വാ കയറ്. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് കാശി അവളെ വിളിച്ചു. അപ്പോഴാണ് അവൾ കണ്ടത് തല്ലിയ ആളും മറ്റൊരാളും കൂടെ ബൈക്കിൽ പോകുന്നത്. കാശി ഇറങ്ങി അവരോട് സംസാരിക്കുമ്പോൾ പാർവതി എവിടെയാണെന്ന് നോക്കുകയായിരുന്നു. അമ്പലത്തിലാണെന്ന് മനസ്സിലാക്കിയവൾ ഏത് അമ്പലം ആണെന്ന് കൂടി മനസ്സിലാക്കിയതോടെ തലചുറ്റുന്നത് പോയതുപോലെ അവൾക്ക്. ഏട്ടാ, നമ്മുടെ കല്യാണം ആ വലിയ കുളം ഉള്ള ശിവക്ഷേത്രത്തിൽ വെച്ച് മതിയിട്ടോ. അവിടെ വെച്ച് വേണം ഈ ശിവന്റെ പാർവതിയായി എനിക്ക് ജീവിതം തുടങ്ങാൻ. ആ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. അവളുടെ ഇരിപ്പ് കൊണ്ട് കാശി മാറി നിന്ന് ചിരിച്ചു, കണ്ണിൽ എരിയുന്നു പകയോടെ.